പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അവയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മളുടെ എടത്തുവ പള്ളിയിലാണ് കേട്ടോ. എടത്തുവ പള്ളിയിലാണ്, ചരിത്ര പ്രസിദ്ധമായ പള്ളിയാണ് എടത്തുവ പള്ളി. ആ പള്ളിയിൽ പെരുന്നാൾ നടക്കുകയാണ്. ഞാൻ എല്ലാ വർഷവും മുടങ്ങാതെ ഈ പെരുന്നാളിന് പങ്കെടുക്കുന്നതാണ്. അപ്പൊ ഈ വർഷം അച്ചാച്ചിയും അമ്മയും ഞാനും കൂടെ ഈ പള്ളിയിൽ പെരുന്നാൾ കൂടാൻ വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. വലിയ ആഘോഷമൊക്കെയാണ് കേട്ടോ. അപ്പൊ ഈ പെരുന്നാൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷമാണ്. ഈ എടത്തുവ പള്ളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഈ നാടിന്റെ ഒരു വലിയ ഒരു ഉത്സവമാണ്. അതായത് നാനാജാതി മതസ്ഥരായ ആളുകൾ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കും. അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ഇവിടെ ധാരാളം ഭക്തർ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ വന്ന് നേർച്ചയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹങ്ങൾ ധാരാളം പ്രാപിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ആളുകൾ എല്ലാ വർഷവും മുടങ്ങാതെ ഇവിടെ വരുന്നത്. അപ്പോൾ ഞാനും ഇവിടെ മുടങ്ങാതെ വരാറുണ്ട്, ഞാനും എൻ്റെ വീട്ടുകാരും ഒക്കെ. കേട്ടില്ല, എൻ്റെ അച്ചാച്ചി എൻ്റെ അമ്മച്ചിയാണ്. അപ്പൊ ഞങ്ങളിവിടെ വന്ന് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് പുണ്യാളച്ചൻ്റെ അടുക്ക വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ പള്ളിക്കകത്ത് കയറി ഒരു കുർബാനയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ പുറത്തോട്ടിറങ്ങിയതാണ്. ഇവിടെ നൊവേനയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഞങ്ങൾ ഈ പറഞ്ഞ കണക്ക് പള്ളിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. കാരണം വീട്ടിൽ ഇവർക്ക് പ്രായമായതുകൊണ്ട് വീട്ടിൽ പോകാനുള്ള ഇതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. കാരണം ഇപ്പം സമയം ഒരുപാട് വൈകി. അപ്പം ഞങ്ങൾ പോവുകയാണ്.